Hello? Hello? Oh, sorry, okay. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ആലയം ഞാനല്ലോ ദൈവത്തിന് കൂടാരം. ശബ്ദമുയർത്തി ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ കൈയടിച്ച് വേണം.
നൽകണമേ ആദരത്തിൽ അരുളിയായി നൽകണമേ ദൈവം നമ്മിൽ വാഴുന്നു എന്നുള്ള ഞാനറിയുന്നു അങ്ങയെ
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും, അങ്ങനെ ഇന്ന് വളരെ വിജയകരമായിട്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവം തിരുമനസ്സായി. ഇന്നലെ ഉണ്ടായിരുന്ന ഡബ്ലിംഗ് ഉണ്ടായിരുന്ന ആവിലാം മൊണാസ്ട്രിയിൽ നിന്ന് ഇന്നലെ ഞങ്ങൾ രാത്രി ഇവിടെ നോർത്ത് അയർലൻഡിലെ ബെൻബർബ് എന്ന ഒരു മൊണാസ്ട്രിയിലേക്ക് വന്നു. രാത്രി തന്നെ ഇവിടെ ഞങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്തു. ദൈവാധീനത്തിന് ഇവിടെ നല്ല ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈവ് നന്നായിട്ട് വരുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്നിവിടെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ശുശ്രൂഷ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ പെട്ടികെട്ടി അടുത്ത ഒരു മൊണാസ്ട്രിയിലേക്ക് പോകും. നാളെയും മറ്റന്നാളും അവിടെയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാലനയാണത്. ഈ നാട്ടിൽ ഓരോ മൊണാസ്ട്രികളിലും നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ഈ ആയിരിക്കുന്ന മൊണാസ്ട്രി സെർവൻ്റ് ഓഫ് മേരി എന്ന ഒരു മൊണാസ്ട്രിയാണ്. 1233 ഒരു കോൺഗ്രിഗേഷനാണ് സെർവൻ്റ് ഓഫ് മേരി. പക്ഷെ ഇപ്പോൾ ഇവിടെ അച്ഛന്മാരാരുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, തോമസ് പോളെ നീ കൂടെ ഇവിടെ വരണം, വചനം പ്രഘോഷിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. വരും, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ താനെ ലൈവ് നേരത്തെ ഓണായിപ്പോയി. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാധാരണ തുടങ്ങുന്ന പ്രാർത്ഥന ആരംഭിക്കാം. അനന്ത നന്മയായ പിതാവിനോടും. ഓഡിയോ ശരിയല്ലേ? ഓഡിയോ കൃത്യമായിട്ട് കേൾക്കുന്നില്ലേ? അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. താങ്ക് യു മിനി, താങ്ക് യു പ്രിൻസി. വലിയ സന്തോഷമാണ് നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഒരു ശൈലിയാകുകയാണിപ്പോൾ. ഇനി നമുക്ക് എവിടെയെല്ലാം ശുശ്രൂഷയുണ്ടോ അവിടെയെല്ലാം വെളുപ്പിന് 5 മണിക്ക് നമ്മുടെ കാറ്റക്കിസവും പിറ്റേനവരെ, അത് കഴിഞ്ഞിട്ട് മറ്റ് ശുശ്രൂഷ. മിക്കവാറും അതിങ്ങനെ തുടരാൻ പറ്റും. പക്ഷേ ഇനി ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നമ്മിൽ തന്നെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന കാര്യത്തിൽ വീണ്ടും നമുക്ക് ആഴമായി എടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനെല്ലാം ചെയ്തു തരുന്നു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ത്രിവിധ അഭിഷേകത്തെ നമ്മിലേക്ക് പ്രസരിപ്പിക്കുന്നു.
ഈ ദിവസങ്ങളിലെ പ്രവചനങ്ങൾ അതിശക്തമായി പ്രവചനങ്ങളായിരുന്നു. അത് ആ ദിവസത്തെ ധ്യാനത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 3 ദിവസത്തെ ധ്യാനം വളരെ വിജയകരമായിരുന്നു. വളരെ ശക്തമായ പ്രവചനങ്ങളും വരദാനങ്ങളുടെ അഭിഷേകവും ഹലബല 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 ഹലബല. നമുക്ക് പ്രവചനത്തിനായിട്ട് ഒരുങ്ങാം. നമ്മൾ സാധാരണ വായിക്കാറുള്ള വചനങ്ങളാണ് പ്രവചനത്തിന് വേണ്ടിയുള്ള ഒരുക്കം. മോശയുടെ കാലം മുതലേ തന്നെ പ്രവചനത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. വരുവിൻ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഹലബല 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 ഹലബല. നമുക്കല്പം കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ ആത്മാവ് ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. 3 രാജാക്കന്മാർ ഈശോയെ ആരാധിക്കാൻ വന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിച്ചു. അവർ സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിച്ചു. അവർ സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിച്ചു. ഭക്ത്യാവണങ്ങുന്നു സാഷ്ടാംഗം വീണു ഉദാസി. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും മാറ്റുക വിശ്വാസ ദിവ്യദീപ്തി. New and perfect worship. Here is new and perfect worship. All the old must terminate. Senses cannot grasp this marvel. Faith must come to compensate. സ്നേഹമുള്ളവരെയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെയും ആരാധിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടി നമുക്ക് സ്തുതിക്കാം, അല്ലെങ്കിൽ ആരാധിക്കാം. ഭയങ്കര അഭിഷേകം വരുന്നുണ്ട്. ശാലബല ഹലബല 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 ശാലബല ബലബല 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 ശാലബല ബലബല 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 ബലബല. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ,
നരന് വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ മിശിഹാ കർത്താവേ. മാലാഖമായൊത്തു ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ. കർത്താവേ, കൊവേന്തയിൽ ആയിരിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി അനേകം വൈദികരിവിടെ ജീവനർപ്പിച്ചിരിക്കുന്ന ഈ കൊവേന്തയിൽ വരാനും ഇവിടെ ഇന്നൊരു വൈദികനും ഇല്ല. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് വൈദിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ തിരുമനസ്സായ അങ്ങയുടെ മഹാകാരുണ്യത്തെക്കുറിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന വലിയ ധ്യാന ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. അതിന് ധാരാളം പേര് വരാനും അവർക്ക് ഈശോയുടെ സ്നേഹവും അത്ഭുതകരമായ രോഗശാന്തിയും അനുഭവിക്കാനും ഇടയാകട്ടെ കർത്താവേ. കർത്താവേ, പ്രവചനത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. പ്രവചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രവചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ? പ്രവചനം വേണോ? പ്രവചനം വേണോ? യെസ്, താങ്ക് യു. പരിശുദ്ധാത്മാവേ, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. എല്ലാവർക്കും പ്രത്യേകം നന്ദി കർത്താവേ, നന്ദി. പ്രവചനത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണേ. ഒരിക്കൽ കൂടി പ്രവചനത്തിനായി നിങ്ങളൊന്നുകൂടി ദാഹിക്കണം. ഒന്നുകൂടി ദാഹിക്കണം. അഭിഷേകം വരുന്നുണ്ട്, പക്ഷെ ഒന്നുകൂടി ദാഹിച്ചു. പ്രവചനത്തിനായി ഒന്നുകൂടി ദാഹിക്കാം. Fill me, Lord. Fill me. Love, joy, peace. Fill me. Love, joy, peace. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഞങ്ങളിലുള്ള വരദാനങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പ്രവചനവരം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പ്രവചനവരം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള അഭിഷേകം 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 തുറക്കണമേ.
Shala hala 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 hala. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Shala hala 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 hala. Shala hala 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 hala. Waymaker, miracle worker, promise keeper, light in the darkness, my Lord, that is how you are. That is who you are. That is who you are. Waymaker, miracle worker, promise keeper, light in the darkness. That is who you are. That is who you are. Waymaker, miracle worker, promise keeper, light in the darkness. That is who you are. My Lord, that is who you are. You are here. You are here. You are in every heart. Sharabiya laburakira, shakarabala bakura, rabira labiya labara bakala, kira makara labiya. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ അതിശക്തമായ കരങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ അത്ഭുത ശക്തി നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളെ വഴി നടത്തുന്ന കർത്താവ്. എൻ്റെ കരുണാർദ്രമായ സ്നേഹം നിങ്ങളിൽ ഞാൻ ഒഴുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ തിന്മകൾ ഓർക്കുക പോലുമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ എൻ്റെ രക്ഷ നിങ്ങളിലേക്ക് അനർഗളമായി നിർഗളിക്കും. എൻ്റെ രക്ഷയുടെ പ്രവാഹം നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കും. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു. ഞാൻ സ്വർഗം വിട്ടിറങ്ങി മനുഷ്യനായി പാപികളായ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തു. ഞാൻ പീഡ സഹിച്ച് മരിച്ച് അവർക്ക് വേണ്ടി വിമോചനത്തിനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി മോചനദ്രവ്യം കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ മോചനദ്രവ്യമായി നൽകി. നിങ്ങളെ എൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചു, മരിച്ചു. നിങ്ങളുമായിട്ട് ഞാൻ അടക്കപ്പെട്ടു. നിങ്ങളുമായിട്ട് ഞാൻ ഉയർത്തപ്പെട്ടു. നിങ്ങളുമായിട്ട് സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സംവഹിച്ച പിതാവിൻ്റെ വലതുഭാഗത്തിരുത്തി. അവിടെ നിന്നാണ് സഭ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. എൻ്റെ ജനമേ, ഈ സത്യം നിങ്ങൾ അറിയുവിൻ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇതാണ് സത്യം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ ജാതി മതസ്ഥരും എന്നിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ അതിശക്തമായ രക്ഷാകര പ്രസാദപരം ഞാനിതാ നിങ്ങളിലൂടെയും ലോകം മുഴുവനിലേക്കും പ്രസരിപ്പിക്കുന്നു. ആകാശത്തിന് കീഴെ മറ്റാരിലൂടെയും രക്ഷയില്ല. ഞാൻ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്. എൻ്റെ രക്ഷ ലോകം മുഴുവനും പ്രസരിക്കും. അലമാറാക്കീര
ശന്തലമാറാക്കീര റബൂലമാറാക്കീര റക്കാലമാറാക്കീര. ഞാനിതാ ഇന്ന് നിങ്ങളിലൂടെ എൻ്റെ രക്ഷയുടെ വിസ്മയനീയ രഹസ്യങ്ങളെ ഞാൻ പടർത്തും. എൻ്റെ രക്ഷയുടെ വിസ്മയനീയത ഞാൻ നിങ്ങളിൽ നൽകുന്നു. എൻ്റെ രക്ഷ ഒരു വിസ്മയമാണ്, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. എൻ്റെ രക്ഷ അതിർത്തിയില്ലാത്തതാണ്. എൻ്റെ രക്ഷ നീതിയിലൂടെയാണ്. ഞാൻ എല്ലാവരെയും നീതീകരിച്ചിരിക്കുന്നു. എൻ്റെ രക്തം കൊടുത്ത് ഞാൻ നീതീകരിച്ചിരിക്കുന്നു. ദൈവരാജ്യവും അതിൻ്റെ നീതി മനസ്സിലാക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ നീതി പരിസേയ നീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ നീതിയിലാണ് നിങ്ങളെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി നിങ്ങളെ നീതീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മൂലക്കല്ലാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ആ നീതിയുടെ കവാടത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നിൽ രൂഢമൂലമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എന്നിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ 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 കൂടാരമടിച്ചിരിക്കുന്നു. നിങ്ങൾ നങ്കൂരമടിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓ ദൈവമേ, നന്ദി ദൈവമേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഈ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച് ദൈവത്തെ ആരാധിക്കണം. ഈ രഹസ്യങ്ങൾ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കാൻ നമ്മൾ തന്നെ ഈ രഹസ്യങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്നു. ഈശോയെ, അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ. ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ശലഹലവല കാറ്റഗിസം ലൈവ് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഈ പ്രവചനം നിങ്ങളെല്ലാവരും വീണ്ടും കേൾക്കണം. വളരെ ശക്തമായ ഈ പ്രവചനത്തിനെപ്പറ്റി നമുക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ട് ചില സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരാളുടെ കാത് കാണിച്ചു തരുന്നു. കാതിലെ വേദന, ചെവിയുടെ വേദന സൗഖ്യമാകുന്നതായിട്ട് കാണുന്നു. എനിക്കിപ്പോഴും ചെവിയുടെ വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് എടുത്തോട്ടെ. ആർക്കെങ്കിലും വേറെ ശക്തമായ വേദന ഉണ്ടെങ്കിൽ അവരെടുക്കാം. ചെവിയുടെ വേദന സൗഖ്യമാക്കുന്നു. അതോടൊപ്പം നെഞ്ചിലെ വേദന സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. ആരുടെ നെഞ്ചിലെ വേദന?
മറ്റൊന്ന് തുടയുടെ എല്ലിൽ വേദന. തുടയുടെ എല്ലിൽ വേദന, എവിടെയോ തട്ടിയതാകാം. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. ഞാനിത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് കൂദാശകളെക്കുറിച്ചാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ അനുഭവിച്ചു പോരുന്ന ഈ ഏഴ് കൂദാശകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. ഏഴ് കൂദാശകളിലും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രാരംഭ കൂദാശയായ മാമോദീസായെക്കുറിച്ചാണ്. അതിൽ 1216 ഇന്നലെ നമ്മളങ്ങനെ അങ്ങോട്ട് വായിച്ചു പോയി. എന്നാൽ അതിനെ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 1016 അയ്യോ എന്ത് പറ്റി? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈശോയെ നന്ദി, ഈശോയെ. ആ റിമോട്ട് പുസ്തകത്തിൻ്റെ താഴെ ഇരുന്നു. ആ പുസ്തകത്തിൽ പിടിച്ചപ്പോൾ ആ റിമോട്ടിൽ ഇങ്ങനെയൊക്കെ വന്നു. ഓക്കെ, അപ്പോൾ 1216 ഈ സ്നാനത്തെ ജ്ഞാനോദീപനം എന്ന് വിളിക്കുന്നു. ജ്ഞാനോദീപനം. ഈ കൂദാശ എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഈ കൂദാശ എങ്ങനെ വിളിക്കുന്നു? ഈ കൂദാശയെ എങ്ങനെ വിളിക്കുന്നു? ഒന്നാമത് ഇതിനെ ജ്ഞാനോദീപനം, അതായത് എൻലൈറ്റൻമെൻറ്റ് എന്നാണ് അർത്ഥം. എൻലൈറ്റൻമെൻറ്റ് ഇംഗ്ലീഷിൽ പറയുന്നത് ദി സാക്രമെൻറ്റ് ഈസ് നോൺ ആസ് ദിസ് ബാത്ത് ഈസ് കോൾഡ് എൻലൈറ്റൻമെൻറ്റ്. അതിന് മലയാളത്തിൽ പറയുന്നതാണ് ജ്ഞാനോദീപനം എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ മതബോധനപരമായ ഈ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. Having received in baptism, those who receive these catechetical instructions are enlightened in their understanding. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അഡൾട്ട് ബാപ്റ്റിസം. സാധാരണ ഇപ്പോൾ നമ്മളുടെ ഓരോ പള്ളികളിലും വളർന്ന് മാമോദീസ മുങ്ങാൻ തയ്യാറായിരിക്കുന്ന മറ്റു മതസ്ഥരെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിനവർ പ്രത്യേക കാറ്റക്കിസമുണ്ട്, കാറ്റക്യുമെൻസ് ആയിട്ട്. അങ്ങനെ അവർക്ക് കാറ്റക്കിസം എല്ലാം കൊടുത്ത് തയ്യാറാക്കിയിട്ടാണ് അവരെ മാമോദീസയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. എന്നാൽ നമ്മൾ ശിശുക്കളായി ഇപ്പോൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ
കാറ്റക്കിസത്തിലൂടെ, കാറ്റക്കിസ പഠനത്തിലൂടെ നമ്മൾ പ്രബുദ്ധരാകുന്നു. മാമോദിസ സ്വീകരിച്ച ശേഷം നമ്മൾ അതെല്ലാം പഠിക്കുന്നു. അപ്പോൾ കാറ്റക്കിസം അല്ലെങ്കിൽ മതബോധനം മാമോദിസയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായ ഒന്നായിട്ട് നമുക്ക് കാണാം. മതബോധനപരമായ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. അതാണ്, അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ കാര്യമാണ് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയെ സമുദ്ധരിച്ചു. മൃതരായ ഞങ്ങളെ ജീവിപ്പിച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. അതാണ്, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. പാപികളായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ജ്ഞാനോദ്ദീപനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറ്റിക്കൽ ഉപദേശം സ്വീകരിക്കുന്നവൻ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. മാമോദീസായിൽ നമ്മൾ ജ്ഞാനസ്നാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വളരെ അർത്ഥം നിറഞ്ഞ ഒരു പദമാണ്. മാമോദീസായിൽ ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. ഓരോ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 1:9. യോഹന്നാൻ 1:9 പറയുന്നത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് വന്നു. അങ്ങനെ മാമോദീസ സ്വീകരിച്ച വ്യക്തിയിൽ യേശു നിറയുന്നു, യേശുവിൻ്റെ വചനം നിറയുന്നു, യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നു. അവൻ പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. അതാണ് മാമോദീസായിൽ അവൻ പ്രകാശത്തിൻ്റെ പുത്രനും. ഒരു മിനിറ്റ്, Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit. Praise you, Jesus. Thank you, Lord. Oh, Israel.
അപ്പോൾ ഇതാണ് നമ്മളെ എപ്പോഴും കാണിക്കാറുള്ള ഈ 2 മെഴുകുതിരികൾ. ഒന്ന് 2 മെഴുകുതിരികൾ. അതായത് ഇത് ഈശോ ആകുന്ന പ്രകാശം, ആ ഈശോ ആകുന്ന പ്രകാശത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു. യെസ്, വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. താങ്ക് യു സെബാസ്റ്റ്യൻ. ഇതാണ്, ഞാനിവിടെയെങ്ങും ഒരു തീപ്പെട്ടിയോ ലൈറ്ററോ അന്വേഷിച്ചിട്ട് കാണണില്ല. ഇത് ഞാൻ എവിടെയും കൊണ്ടു നടക്കുന്നതാണ്. അപ്പം ഇവിടെ പറയുന്നത് മാമോദീസായിലൂടെ 1216 പറയുന്നത് ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട്, അപ്പോൾ ഈ സ്നാനം ജലത്താലും ആത്മാവിനാലും എന്ന് പറയുന്നതിൽ ഈ ജലം എന്ന് പറയുന്നത് ഈശോയുടെ വചനമാണ്. അപ്പോൾ ഈശോയുടെ വചനം നമ്മൾ കഠിനാവരായിൽ പഠിക്കുന്നുണ്ട്. ഈശോയുടെ വചനം എന്നത് ഈശോ തന്നെയാണെന്നും പിതാവിൻ്റെ സത്തയാണെന്നും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്നതെല്ലാം ആ ഈശോയുടെ വചനമാണ്. ഈശോ തന്നെയാവുന്ന വചനമാണ്. ആ വചനമാണ് സകലത്തിൻ്റെയും ഉറവിടം, സകലത്തെയും താങ്ങി നിർത്തുന്നതും സകലത്തെയും ഉരുവാക്കുന്നതും, സകലത്തിൻ്റെയും അച്ച്. അങ്ങനെ സകലത്തിൻ്റെയും അച്ചാണ്. താങ്ക് യു പ്രിൻസി. അതിശക്തമായ പ്രവചനം ഇതാ എഴുതി വന്നിരിക്കുന്നു. ചെവിയുടെ വേദന എൻ്റെ തന്നെ മാറി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പാസ്കൽ ക്യാൻഡിലിൽ നിന്നും നമ്മളാകുന്ന മെഴുകുതിരിയെ കത്തിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇവിടെയാണ് നമ്മളിപ്പോഴുമുള്ള നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കുറച്ച് ഇംഗ്ലീഷും ട്രിഗ്നോമെട്രിയും ആൾജിബ്രയും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു അറിവിൻ്റെ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ചില വിശുദ്ധരൊന്നും പഠിക്കാത്തവരാണ്. കത്രീന CNIയിലെ കൊച്ചുരശാപ്പുണ്യവതി കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അപ്പം നമ്മുടെ ജ്ഞാനവും ഈശോ തന്നെ നമുക്ക് നൽകുന്ന ഈശോ തന്നെയാകുന്ന ജ്ഞാനവും വളരെ വളരെ വിസ്മയനീയമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1216 പറയുന്നത്, ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. ഉണ്ടോ? അതാണ് ആ തിരി കൊളുത്തി നമ്മുടെ കയ്യിൽ തന്നത്. പ്രകാശിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിരിക്കുന്നു. പ്രകാശം തന്നെയുമായിത്തീരുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നരുളി ചെയ്ത ഈശോ മത്തായി 5:13 പറയുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥവൽക്കരിക്കുന്നത് കൂദാശകളിലൂടെയാണ്. കൂദാശയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര
രക്ഷാകര കൃപാവരം നമ്മളിൽ യഥാർത്ഥവൽക്കരിക്കുന്നത്. ആ വാക്ക് നമ്മളിതിനകത്ത് 1216 മുൻപുള്ള ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു, യഥാർത്ഥവൽക്കരിക്കുന്നത്. ക്രിസ്തു നമ്മളിൽ യഥാർത്ഥവൽക്കരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ ജ്യോതി ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും. സ്നേഹമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോകുന്നു. 1216 ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കാൻ എനിക്ക് തോന്നുകയാണ് കേട്ടോ. നിങ്ങളതുകൊണ്ട് വിഷമമുണ്ടാവരുത്. സമയം എടുത്തത് വിശദീകരിച്ച് പഠിക്കണം. കാരണം ഇന്നും നമ്മുടെ പ്രശ്നം നമ്മൾ മാമോദിസയെക്കുറിച്ച് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത്, അപ്പോൾ അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നിരിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നിരിക്കുന്നു. ഫിൽമി ഫിൽമി ഫിൽമി. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. എല്ലാവരും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിൽ നൽകിയ പ്രകാശമേ ഞങ്ങളിൽ നിറയണേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിൽ ലഭിച്ച വരദാനങ്ങളെല്ലാം ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിൽ ലഭിച്ച എല്ലാ വരദാനങ്ങളും ഞങ്ങളിൽ അഭിഷേകമാക്കണേ. ശാലബല ഹലബല ഹലബല ഹലബല. യെസ്, അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. പ്രകാശം തന്നെയുമായി തീരുന്നു. Indeed, he becomes the light himself. Indeed, he becomes a son of light. Indeed, he becomes the light himself. Oh, എൻ്റെ ദൈവമേ, എന്തോ ഒരു വലിയ സത്യമാണത്. അതിനൊന്ന് അസിമുലേറ്റ് ചെയ്യുക, അതിനൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചേ. അതിനെ പൂർണ്ണമായിട്ടൊന്ന് ഉൾക്കൊള്ളൂ. പ്രകാശം തന്നെയും പ്രകാശത്തിൻ്റെ മകനും പ്രകാശമായ ഈശോയും ആ പ്രകാശം നമ്മിലേക്ക് വന്ന് നമ്മൾ പ്രകാശം തന്നെയായി മാറും. നമ്മൾ പ്രകാശം തന്നെയായി മാറും. Praise the Lord, praise the Lord. Thank you, Jesus, thank you, Lord. തുടർന്ന് മാമോദീസ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. ഇത് ഇവിടെ വിശുദ്ധ ഗ്രിഗറി ഓഫ് നസ്യാൻസീസിലുള്ള വിശുദ്ധ ഗ്രിഗറി സഭാപിതാവാണ്. ദ ഡോക്ടർ ഓഫ് ദ ചർച്ച്, സഭാപിതാവും ദ തിയോളോജിയൻ എന്ന് പറയുന്ന ആ ഗ്രിഗറി പിതാവിൻ്റെ ഒരു പ്രബോധനമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. Baptism is God's most beautiful and magnificent gift. മാമോദീസ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. നാം അതിനെ ദാനം, കൃപാവരം, അഭിഷേകം, ജ്ഞാനോദ്ദീപനം, അമർത്തതയുടെ വസ്ത്രം,
പുനർജനനത്തിൻ്റെ സ്നാനം, മുദ്ര എന്നിങ്ങനെ ഏറ്റവും വിലപ്പെട്ട നാമം കൊണ്ട് വിളിക്കുന്നു. അതാണ്, അങ്ങനെയെല്ലാം നമ്മൾ വിളിക്കുന്നു. എന്തെല്ലാമാണ്? ദാനം, കൃപാവരം, അഭിഷേകം, ജ്ഞാനോദ്ദീപനം, എൻലൈറ്റൻമെൻറ്റ്, അമർത്തതയുടെ വസ്ത്രം, യെസ്, വളരെ വായിക്കാം. 1243 വായിക്കാം. യെസ്, ഞാൻ ഇത് ഈ മെയിൻ പാരഗ്രാഫ് ആദ്യം കഴിഞ്ഞോട്ടെ. ഗിരിപിതാവ് പറഞ്ഞേക്കുന്നത് ദാനം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്ക് അത് കലക്കി. സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്ക് കൊണ്ടുവരാത്തവർക്കാണ് അത് നൽകപ്പെടുന്നത്. കൃപാവരം, കാരണം അത് തെറ്റ് ചെയ്തവർക്ക് പോലും നൽകപ്പെടുന്നു. അതാണ് കൃപാവരം. പാപികൾക്ക് പോലും നൽകപ്പെടുന്നു കൃപാവരം. മാമോദീസ, യെസ്, താങ്ക് യു മിനി. 1243 എഴുതിക്കോളൂ, ഞാൻ വായിക്കാം. മാമോദീസ കാരണം പാപം ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നു. അഭിഷേകം കാരണം പുരോഹിതനും രാജാവും അവരാണ് അഭിഷിക്തരായിരിക്കുന്നവർ. ജ്ഞാനോദ്ദീപനം കാരണം ഇങ്ങനെ കാരണം അത് കഴുകുന്നു. മുദ്ര കാരണം അത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ്. അപ്പോൾ വിശുദ്ധ ഗിരിഗരി പിതാവ് ഈ മാമോദീസയുടെ ആ ഓരോ നാമത്തിൻ്റെയും ആന്തരിക അർത്ഥം വെളിപ്പെടുത്തുകയാണ്. എന്താണ്? സ്വന്തമായി ദാനം, അതിന് ദാനമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ദാനമെന്ന് പറയുന്നത്? ഒന്നുമില്ലാത്തവനാണത് കിട്ടുന്നത്. ദാനം എന്ന് വിളിക്കപ്പെടുന്നത്. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്കാണ് അത് നൽകപ്പെടുന്നത്. രക്ഷാകര ദാനം. രണ്ടാമത് കൃപാവരം, കാരണം അത് തെറ്റ് ചെയ്തവർക്ക് പോലും നൽകപ്പെടുന്നു. കൃപ, കുറ്റം ചെയ്തവർക്കാണല്ലോ ഇതിൻ്റെ ആവശ്യം, പാപികൾക്കാണല്ലോ പാപമോചനത്തിൻ്റെ ആവശ്യം. മാമോദീസ, കാരണം പാപം ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നു. ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. അഭിഷേകം, കാരണം പുരോഹിതനും രാജാവും അവരാണ്. മാമോദീസായിൽ തന്നെ നമുക്ക് രാജകീയവും പൗരോഹിത്യവും പ്രവാചകരവുമായ അഭിഷേകം ലഭിച്ചിരിക്കുന്നു. അഭിഷേകം, അഭിഷിക്തരായിരിക്കുന്നു. ജ്ഞാനോദ്ദീപനം, കാരണം ശോഭയും പ്രകാശവും. വസ്ത്രം, കാരണം നമ്മുടെ ലജ്ജയെ മറയ്ക്കുന്നു. സ്നാനം,
കാരണം അത് കഴുകുന്നു. മുദ്ര കാരണം അത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 1243 ഇതിൻ്റെ സൈഡ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്ന് ഈസ്റ്റർ തിരിയിൽ നിന്ന് കൊളുത്തിയ മെഴുകുതിരി. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ കത്തിക്കാൻ സൂത്രമില്ലാണ്ടായിപ്പോയി. ഇത് വലിയൊരു കൊവേന്തിയാണ്. എവിടെയാണ് ഒരു സാധനം ഒരു ഐഡിയയില്ല. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ഭയങ്കര അഭിഷേകമാണ് വരുന്നത്. ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്നും കൊളുത്തിയ മെഴുകുതിരി വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധനാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മെഴുകുതിരി വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധനാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിൽ ലോകത്തിൻ്റെ പ്രകാശമാണ്. പുതുതായി മാമോദീസ മുങ്ങിയ വ്യക്തി ഇപ്പോൾ ഏകജാതനിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെയ്യാൻ അവന് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മാമോദീസ രക്ഷാപദ്ധതിയിൽ. മാമോദീസ രക്ഷാപദ്ധതിയിൽ ഉയർപ്പ് തിരുനാൾ ജാഗരണത്തിൽ മാമോദീസ ജലം വെഞ്ചരിക്കുമ്പോൾ സഭ മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച് രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നു. നമുക്കറിയാം, ഉയർപ്പ് തിരുനാളിൻ്റെ 9 വായനകളാണുള്ളത്. ആ 9 വായനകളിൽ ലോകാരംഭം മുതലുള്ള പ്രകാശത്തെയാണ് അതിൽ വർണ്ണിക്കുന്നത്. അതാണ് ഉയർപ്പ് തിരുനാൾ ജാഗരണത്തിൽ മാമോദീസ ജലം വെഞ്ചരിക്കുമ്പോൾ സഭ മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നു. മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ. അപ്പോൾ അതിനകത്തൊരു സംഭവമാണ് ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നത്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അവരെ ദൈവം നയിച്ചത് ജലത്തിലൂടെയാണ്. എന്നാൽ അവർ വരണ്ട ഭൂമിയിലെന്ന പോലെ നീങ്ങുകയും അവരുടെ ശത്രുക്കൾ വന്നപ്പോൾ കടൽ വീണ്ടും മൂടുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. അതായത് ജലത്തിലൂടെ ജനം രക്ഷിക്കപ്പെടുകയും ആ ജനത്തെ പീഡിപ്പിച്ചിരുന്ന 400 സംവത്സരമായി അവരെ അടിമത്വത്തിൽ വച്ചിരുന്ന ആ ശത്രുവിനെ ജലത്തിൽ നശിപ്പിക്കുകയും ചെയ്തു. അപ്പം ചെങ്കടൽ കടക്കുക എന്നത്, ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം കടന്നു അക്കരെ വന്നു. എന്നാൽ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി, അവരെ കൊല്ലാൻ വേണ്ടി വന്ന ഫറവോയുടെ സൈന്യം ജലത്തിൽ നശിപ്പിക്കപ്പെട്ടു.
ഇത് നമ്മളിലുള്ള തിന്മയും പാപവും മാമോദീസാ ജലത്തിലൂടെ നശിപ്പിക്കപ്പെടുകയും നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മളെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഉയർപ്പ് തിരുനാൾ ജാഗരണത്തിൽ മാമോദീസാ ജലം വെഞ്ചരിക്കുമ്പോൾ സഭ മാമോദീസായുടെ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങളെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നത്. ആഘോഷപൂർവ്വം നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മൾ 1000 രക്ഷാപദ്ധതിയിൽ നിന്നുള്ളതിൻ്റെ അടുത്ത വാക്യം കൂടി വായിക്കാം. എന്നിട്ട് നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, അങ്ങയുടെ അദൃശ്യമായ ശക്തിയാൽ കൗദാശിക അടയാളങ്ങളിലൂടെ അങ്ങ് വിസ്മയകരമായ ഫലം പുറപ്പെടുവിക്കുകയും മാമോദീസായുടെ കൃപാവരം പ്രകടമാക്കുന്നതിന് ജലമാകുന്ന സൃഷ്ടിയെ പലവിധം സജ്ജീകരിക്കുകയും ചെയ്തു. ജലമാകുന്ന സൃഷ്ടി, ആ ജലത്തിൽ വൈദികൻ ക്രിസമോയിൽ കയ്യിലെടുത്ത് മുക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ ജലത്തെ, ഈ നവജാത ശിശുവിനെ ജന്മം കൊടുക്കുന്ന ഗർഭമാക്കി മാറ്റണമേ. സിറോ മലബാർ ക്രമത്തിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവമേ, അങ്ങയുടെ അദൃശ്യമായ ശക്തിയാൽ കൗദാശിക അടയാളങ്ങളിലൂടെ അങ്ങ് വിസ്മയകരമായ ഫലം പുറപ്പെടുവിക്കുകയും മാമോദീസായുടെ കൃപാവരം പ്രകടമാക്കുന്നതിന് ജലമാകുന്ന സൃഷ്ടിയെ പലവിധം സജ്ജീകരിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് നന്ദി പറയാം. ദൈവമേ, ഇന്ന് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ സാധിച്ചതിന് നന്ദി പറയാം. ടെക്നോളജിക്കലായിട്ടും എല്ലാം സാധിച്ചതിന് നന്ദി പറയാം. രാത്രി തന്നെ ഇത് സെറ്റ് ചെയ്തു, സ്റ്റുഡിയോ സെറ്റ് ചെയ്തു, ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിച്ചതിന് നന്ദി പറയാം. നമുക്ക് ഇനി പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. പ്രവചനം എല്ലാവരും കേൾക്കുക. പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങൾ കഴിയുന്നവരും അത് ശബ്ദമുയർത്തി ഏറ്റു പറയുന്നത്, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അത് ശബ്ദമുയർത്തി ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് പറയാം. ഈ പ്രവചനം ശബ്ദമാകുമ്പോഴാണ് അതിനെ കൂടുതൽ അഭിഷേകം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാനത് ശബ്ദമാക്കുകയാണ്. ഇപ്പോൾ ഭാഷാപരം ഇല്ലാതെ അത് വരുവിൻ. പ്രവചനം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, എൻ്റെ അതിശക്തമായ കരങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ അത്ഭുത ശക്തി നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളെ വഴി നടത്തുന്ന കർത്താവ്. എൻ്റെ കരുണാർദ്രമായ സ്നേഹം നിങ്ങളിൽ ഞാൻ ഒഴുക്കുന്നു. ഞാൻ നിങ്ങളുടെ തിന്മകൾ ഓർക്കുക പോലും ചെയ്യുമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ എൻ്റെ രക്ഷ നിങ്ങളിലേക്ക് അനർഗളമായി നിർഗളിക്കുന്നു. എൻ്റെ രക്ഷയുടെ പ്രവാഹം നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കും. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു. ഞാൻ സ്വർഗം വിട്ടിറങ്ങി മനുഷ്യനായി
പാപികളായ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തു. ഞാൻ പീഡ സഹിച്ചു മരിച്ചു. അവരുടെ വിമോചനത്തിനായി ഞാൻ അവർക്ക് വേണ്ടി മോചനദ്രവ്യം കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ മോചനദ്രവ്യമായി നൽകി. നിങ്ങളെ എൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചു, മരിച്ചു. നിങ്ങളുമായി ഞാൻ അടക്കപ്പെട്ടു, നിങ്ങളുമായി ഞാൻ ഉയർക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് നിങ്ങളെയും സംവഹിച്ച് ഞാൻ പിതാവിൻ്റെ വലതുഭാഗത്തെത്തി. അവിടെ നിന്നാണ് സഭ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. എൻ്റെ ജനമേ, ഈ സത്യം നിങ്ങൾ അറിയുവിൻ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതാണ് സത്യം. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ ജാതി മതസ്ഥരെയും എന്നിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ അതിശക്തമായ രക്ഷാകര പ്രസാദപരം ഞാനിതാ നിങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും പ്രസരിപ്പിക്കുന്നു. ആകാശത്തിന് കീഴിൽ മറ്റാരിലൂടെയും രക്ഷയില്ല. ഞാൻ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്. എൻ്റെ രക്ഷ ലോകം മുഴുവനും പ്രസരിക്കും. ഞാനിതാ ഇന്ന് നിങ്ങളിലൂടെ എൻ്റെ രക്ഷയുടെ വിസ്മയനീയമായ രഹസ്യങ്ങളെ പടർത്തുന്നു. രക്ഷയുടെ വിസ്മയനീയത ഞാനിതാ നൽകുന്നു. എൻ്റെ രക്ഷ ഒരു വിസ്മയമാണ്, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. എൻ്റെ രക്ഷ അതിർത്തിയില്ലാത്തതാണ്. എൻ്റെ രക്ഷ നീതിയിലൂടെയാണ്. ഞാൻ എല്ലാവരെയും നീതീകരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ രക്തം കൊടുത്ത് നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. ദൈവരാജ്യവും അതിൻ്റെ നീതിയും മനസ്സിലാക്കുവിൻ. ദൈവരാജ്യത്തിൻ്റെ നീതി ഫരിസേയ നീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങളെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ നീതീകരിച്ചിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നിങ്ങളെ നീതീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മൂലക്കല്ലാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ആ നീതിയുടെ കവാടത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും എന്നിൽ രൂഢമൂലമാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എന്നിൽ ഉറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കൂടാരമടിച്ചിരിക്കുന്നു. നിങ്ങൾ നങ്കൂരമടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നിലൂടെ നങ്കൂരമടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കറ്റേനാവറയിലേക്ക് നീങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.